ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ പോകുന്നത്. നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു മെയിൻ പരിപാടി എൻ്റെ ഡയറിയിൽ അന്നത്തെ ദിവസം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ പണികൾ തീരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഏകദേശം 1 ലിറ്റർ വെള്ളം, ഇളം ചൂടുവെള്ളം ഞാൻ കൂടെ കുടിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് അത്രയും വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ടു ഡു ലിസ്റ്റും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തയ്യാറാക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്യുന്ന ഒരു റൊട്ടീൻ. അതായത് ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു റൊട്ടീനാണിത്. ഇതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെടികൾക്ക് ഞാൻ വെള്ളം നനയ്ക്കും. അപ്പം ഞാൻ ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പം എല്ലാ ദിവസമൊന്നും ഞാൻ വെള്ളം നനയ്ക്കാറില്ല. അതിൽ വെള്ളം തീരുന്നതിനനുസരിച്ചാണ് ഞാൻ വെള്ളം നിറയ്ക്കുന്നത്. അപ്പം പിന്നെ നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യുന്ന പോലെ നമ്മുടെ പാലിൻ്റെ കവറില്ലേ, നിങ്ങൾ കവർ പാലാണ് മേടിക്കുന്നതെങ്കിൽ കവർ പാൽ ഉപയോഗിച്ചതിന് ശേഷം, അതായത് പാല് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കാലി കവറിൻ്റെ അകത്തിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഈ വെള്ളം നിങ്ങൾ മണി പ്ലാന്റ്സിന് ഒഴിച്ച് കൊടുക്കുക. അത് മണി പ്ലാന്റ്സിനെ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ട്രിക്കൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാനും മറക്കരുത്. അപ്പം ഇതാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ അവിടെ കുരങ്ങന്മാർ എന്തൊക്കെയോ കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാനിങ്ങനെ നോക്കുന്നത് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ഈ സമയം ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട് മിക്കപ്പോഴും. ഹസ്ബൻഡ് ആക്ച്വലി ഓൾറെഡി കഴിച്ചാണ്. ജസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് കൂട്ടിനിരിക്കുകയാണ്. അതാണ് ഈ ചെറുതായിട്ട് മാത്രം ഇരുന്ന് കഴിക്കുന്നത്. അപ്പം ഇന്ന് ഗോതമ്പ് ദോശയുടെ അടയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആഹാരം കഴിക്കാറ്. അപ്പം അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും നോക്കാറുണ്ട്. കാരണം നമുക്ക് അല്ലാതെ സമയം കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ സമാധാനത്തിലിരുന്ന് കഴിക്കുന്ന ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഡിന്നർ ഞങ്ങൾ അധികം കഴിക്കാറില്ല. പിന്നെ ലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിലാണ് ഹസ്ബൻഡ് വരുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറൊന്നുമില്ല. ചിലപ്പോൾ ഒക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കാറ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റാണ് മോസ്റ്റ്ലി ഞങ്ങൾ പതുക്കെ ഇരുന്ന് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ആ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കും. ജസ്റ്റ് ഒരു സ്പഞ്ച് വെച്ചിട്ട് വൃത്തിയാക്കും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അന്നത്തെ ദിവസം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് ചാനലിലേക്ക്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്, അതായത് സ്കിൻ കെയർ വീഡിയോ ആയിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം സ്കിൻ കെയർ റുട്ടീന്. അപ്പം ആ സ്കിൻ കെയർ റുട്ടീന് ഞാൻ ഷൂട്ട് ചെയ്യാനിരിക്കുകയാണ് ഇനി. അപ്പം അത് ഷൂട്ട് ചെയ്യാനിരിക്കുമ്പം ഞാനിതുപോലെ ക്യാമറ ആംഗിൾ ശരിയാണെന്നൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്ന ഒരു സീനാണ് നിങ്ങളിവിടെ കാണുന്നത്. കാരണം ഞാൻ ഫ്രണ്ട് ക്യാമറ അല്ല യൂസ് ചെയ്യാറ്, ബാക്ക് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വീഡിയോസ് കിട്ടും. അതുകൊണ്ടാണ്. അപ്പം എനിക്ക് കാണില്ല ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഹസ്ബൻഡ് ഉള്ളപ്പം അങ്ങനെയൊന്ന് ചോദിക്കും. അതായത് എത്ര മുകളിലേക്ക് വേണം, എത്ര താഴേക്ക് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. അതിന് ശേഷം നമ്മൾ ജിമ്മിന് നമ്മൾ പോകാനായിട്ട് റെഡി ആയതിന് ശേഷം ചോറുണ്ടാക്കുകയാണ്. അപ്പം ചോറ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കുക ആദ്യത്തെ പ്രാവശ്യം കഴുകിയതിന് ശേഷം. എന്നിട്ട് പിന്നെ ഞാൻ 1-2 പ്രാവശ്യം കൂടെ വീണ്ടും കഴുകും. ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് ചോറാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ചോറാണ് ഉണ്ടാക്കാറ് ലഞ്ചിന്. ചോറും പിന്നെ സബ്ജി എന്തെങ്കിലും, അതായത് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ മോരുകറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചോറുണ്ടാക്കുകയാണ്. ചോറും കൂടെ ഉണ്ടാക്കാനുള്ളായിരുന്നു. ഓൾറെഡി ഞാൻ വെജിറ്റബിൾ, അതായത് മഷ്റൂം തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ചോറ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ജിമ്മിലേക്ക് പോകും. അപ്പം ഓൾട്ടർനേറ്റ് ഡേയ്സാണ് ഞാൻ കാർഡിയോ ചെയ്യാറ്.
ഒരു ദിവസം വെയിറ്റ് ട്രെയിനിങ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം കാർഡിയോ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കാർഡിയോ ആയിരുന്നു. അപ്പം ഞാൻ ഇപ്പം ഈ ട്രെഡ്മില്ല് നടക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ജിമ്മൊക്കെ ചെയ്ത് ഒരു 1 hour എന്തായാലും ഞാൻ ജിമ്മ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ജിമ്മിന് പോയതിന് ശേഷം തിരിച്ച് വന്നിട്ട് ഹസ്ബൻഡ് വന്നു. അപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കുകയാണ്. ഹസ്ബൻഡ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, സമയമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെ കഴിച്ചിട്ട് വേഗം ഇറങ്ങിപ്പോവും. എന്നിട്ട് പിന്നെ ഞാനിരുന്ന് സമാധാനമായിട്ടിരുന്ന് കഴിക്കും. അതാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ഷോൾഡർ പെയിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെയും കൂടെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ റൈറ്റ് ഷോൾഡറിൽ ഇങ്ങനെ മുഴ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, മുഴ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറയായിരുന്നു ഇല്ല, അധികമൊന്നും ഇല്ല എന്നൊക്കെ. എന്തായാലും ഞാൻ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ ശരിക്കും റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് എക്സസൈസ് ഓർത്തോയിൽ കാണിച്ചിട്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുമായിരുന്നു. അതാണ് ഇംഗ്ലീഷ് ചാനലിലും വീഡിയോസൊന്നും കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ പറ്റാഞ്ഞത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം ബാംഗ്ലൂരിലൊക്കെ പോകണമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായി. അപ്പം ചോറെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഡെസ്കൊക്കെ ക്ലീൻ ചെയ്യും. ഹസ്ബൻഡ് ഓഫീസിൽ തിരിച്ചു പോകും ആഹാരം കഴിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ ഡെസ്കെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു കുറച്ച് നേരം എടുത്തിട്ട് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എനിക്ക് കുറച്ച് ഗ്രീൻ ടീ എടുത്തിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുടിക്കുകയും ചെയ്യും. അപ്പം അത്രയും കൂടെ വെള്ളം ഇൻടേക്ക് ആവുമല്ലോ. അതുപോലെ തന്നെ ഗ്രീൻ ടീ വളരെ നല്ലതാണ് നമ്മുടെ ദേഹത്തിന്. അപ്പം ഡൈജഷനും ഒക്കെ അത് നല്ലതാണ് ബേസിക്കലി. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലൈറ്റ് ഫീലിംഗ് തരും. ഇപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ എനിക്കൊരു ലൈറ്റ് ഫീലിംഗ് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുടിക്കാറ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചെയ്യാനുള്ള പണികളൊക്കെ എവിടെ വരെയായി, സ്റ്റാറ്റസ് എന്താണ്, ഇനി എന്താണ് ചെയ്യാനുള്ളത്, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് സമയം എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ ഫോണിൽ അതൊക്കെ നോക്കും. അങ്ങനെയൊക്കെ കുറച്ച് നേരം ഞാനിരുന്ന് സമാധാനമായിട്ടിരുന്ന് ഗ്രീൻ ടീ ഒക്കെ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ പണികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് തൂത്തുവാരാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പം ഇപ്പം ഞാൻ തൂത്തുവാരാണ്. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അങ്ങനെ തൂത്തുവാരലും തുടയ്ക്കലും ഒക്കെ ചെയ്യാറുള്ളൂ. കാരണം അതിൻ്റെ ആവശ്യം എനിക്ക് വരാറുള്ളൂ. അധികം അങ്ങനെ അഴുക്കാവുകയൊന്നുമില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ അവിടെയൊന്നും അധികം പൊടിയൊന്നും ഇല്ല. കാരണം വീട്ടിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡ് ലഞ്ചിന് വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഫുൾ ടൈം ഞാൻ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അധികം അങ്ങനെ അഴുക്കാവാറില്ല. അപ്പം ഞാനങ്ങനെ തൂത്തുവാരുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്ന് എൻ്റെ പ്ലാന്റ്സൊക്കെ ഒന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്തു. നന്നായിട്ട് അവിടെയൊക്കെ ബാൽക്കണിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പം അതാണ് നിങ്ങൾ ഇനി അടുത്ത ക്ലിപ്പിൽ കാണാൻ പോകുന്നത്. ഞാൻ ബാൽക്കണിയൊക്കെ വൃത്തിയാക്കി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നിങ്ങളിവിടെ കാണുന്ന ക്ലിപ്പ്. അപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആക്ച്വലി ഭയങ്കര ഒരുപാട് പണിയെടുത്ത ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പം അത് വ്ളോഗ് ചെയ്തതിൻ്റെ കൂടെ തന്നെ എനിക്ക് മെമ്മറീസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഞാനങ്ങനെ അതെല്ലാം പണികളെല്ലാം തീർത്തതിന് ശേഷം നേരെ ഞാൻ പിന്നെ മേല് കഴുകാൻ പോയി. അപ്പം മേല് കഴുകാൻ പോയതിന് ശേഷം എനിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പം ആ സമയമാകുമ്പോഴത്തേക്കിനും എനിക്ക് ട്യൂഷൻ തുടങ്ങും. അപ്പം ഞാൻ ആദ്യം മേല് കഴുകിയതിന് ശേഷം ഞാൻ നേരെ പോയത് ലാപ്ടോപ്പിൻ്റെ അടുത്തേക്കാണ്. കാരണം സമയമായിരുന്നു അപ്പോഴത്തേക്കിനും. അപ്പോൾ പിന്നെ ഞാൻ 1 മണിക്കൂർ എനിക്ക് ട്യൂഷൻ ടൈമാണ്. ട്യൂഷൻ ഞാൻ കുട്ടികൾക്ക് എടുക്കാറുണ്ട്. അപ്പം എനിക്കിപ്പോൾ 2 കുട്ടികളാണ് ഉള്ളത് ട്യൂഷന് വേണ്ടിയിട്ട്. അപ്പം അവർക്ക് ട്യൂഷൻ എടുക്കും. അങ്ങനെ 1 hour അങ്ങനെ ട്യൂഷൻ്റെ ടൈമാണ് ആ 1 hour. അതെനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്.
Hello. I cannot hear you. My grandma is having a class in the place where I sit for tuition. I'm sitting on the bed. No problem. That's fine. അങ്ങനെ ട്യൂഷൻ എടുത്തതിന് ശേഷം ഞാൻ നേരെ പാത്രം കഴുകാനായിട്ടാണ് പോയത്. അപ്പം ഉച്ചയ്ക്ക് കിടന്നിരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി. അപ്പം ഞാൻ എന്തെങ്കിലും കേട്ടോണ്ടോ കണ്ടോണ്ടോ ആണ് ഞാൻ പാത്രം കഴുകാറ്. അതായത് ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ഏതെങ്കിലും പോഡ്കാസ്റ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ കേട്ടോണ്ടോ കണ്ടോണ്ടോ ആണ് ഞാൻ പാത്രം കഴുകുന്നത്. അപ്പം എനിക്കൊരു അതായത് സമയവും യൂട്ടിലൈസ് ആവും. അപ്പം നമുക്ക് അത്രയും നേരം വെറുതെ നമുക്കിരുന്ന് കാണാമല്ലോ. ഞാനപ്പം അങ്ങനെ പാത്രം കഴുകുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഉറപ്പായിട്ടും കാണാറോ കേൾക്കാറോ ഉണ്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ ഹസ്ബൻഡ് വരും. അപ്പോഴത്തേക്കിനും ഹസ്ബൻഡ് വരും. ആൻഡ് ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഡിന്നർ കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പം ഈ സമയം ആയപ്പോഴത്തേക്കിനും ഉണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നെയ്ബറിൻ്റെ വീട്ടിൽ എന്തോ കല്യാണം നടക്കുമായിരുന്നു. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫായിരുന്നു ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ചും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വി ഫാമിൻ്റെ ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.